സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വോളിയം സ്പൈക്കിനെ പറ്റിയാണ്. ഞാനൊരു മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു, എങ്ങനെ നമുക്ക് വോളിയം സ്പൈക്ക് സ്കാനർ ഉണ്ടാക്കുന്നതിനെ പറ്റി. നിങ്ങൾ ആ വീഡിയോ കണ്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ കാണാത്തവർക്കായിട്ട് നമ്മുടെ വീഡിയോസ് ലിസ്റ്റിൽ ആ ഒരു വീഡിയോ ലഭ്യമാണ്, അതൊന്ന് കണ്ടിരിക്കാം. അപ്പോൾ അതിൽ നമുക്ക് വോളിയം സ്പൈക്ക് സ്കാനറിൽ നമുക്ക് ഏതൊക്കെ സ്റ്റോക്കുകളാണ് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈമിൽ ബ്ലാസ്റ്റ് ചെയ്യണമെന്ന് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചാർട്ടിംഗ് ആയിരുന്നു അതിനുവേണ്ടി യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ ചാർട്ടിങ്ങിൽ 5 മിനിറ്റ് തുടങ്ങി 6 മിനിറ്റ് വരെ ഡിലേ വരും. അപ്പോൾ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കിപ്പോൾ വോളിയം സ്പൈക്ക് ലൈവ് മാർക്കറ്റിൽ തന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ നിക്കോളാസ് നീൽ എന്ന ഈ ടെലിഗ്രാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഞാൻ എൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ നിക്കോളാസ് നീൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാനൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ചാനലിൽ നമ്മൾ നോക്കിയാൽ കാണാം, നമുക്ക് കാലത്ത് മെസ്സേജ് വരും. ഒരു 9-15 മാർക്ക് ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വോളിയം സ്പൈക്ക് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് മെസ്സേജിനകത്ത് വരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ONGC ആയിരുന്നു വന്നിരുന്നത്. അതിനുശേഷം നമുക്ക് LIC ഹൗസിംഗ് ഫിനാൻസും HDFC ബാങ്കും വന്നു. അതായത് ഈ 3 സ്റ്റോക്കുകളായിരുന്നു വോളിയം സ്പൈക്കിൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ONGC വന്നിട്ടുണ്ടല്ലോ, ONGC വന്നതിന് ശേഷം നമ്മൾ ONGC 9820 ഞാനൊരു ലെവൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ LIC ഹൗസിംഗ് ഫിനാൻസ് വന്നിട്ടുണ്ട്, അതുപോലെ HDFC വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ LIC ഹൗസിംഗ് ഫിനാൻസ് 357 HDFC ബാങ്ക് 138945 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ലെവൽ, എങ്ങനെയാണ് നമുക്ക് ഈ ലെവൽ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റും നോക്കാം. ഇതിൽ വരുന്നത് ONGC 97.2 അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യാം. അത് നമുക്ക് ആ 9.17 വരുന്ന ഓട്ടോമാറ്റിക് സിഗ്നലാണ്. അപ്പോൾ ഈ വാല്യൂ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഇങ്ങനെ വരുമ്പോൾ മെസ്സേജുകളിൽ നമ്മൾ ആ സ്റ്റോക്ക് മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ONGC HDFC ബാങ്ക് LIC ഹൗസിംഗ് ഫിനാൻസ്. അതിനുശേഷം ഞാൻ മാനുവലായിട്ട് ഇവിടെ റേറ്റ് കൊടുക്കുന്നതാണ്. LIC ഹൗസിംഗ് ഫിനാൻസ് HDFC ബാങ്ക് ഈ ലെവൽസ് മാത്രം നമ്മൾ വാച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കുന്ന പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കാലത്ത് തന്നെ ഒരു 9-17 വന്നൊരു ഫസ്റ്റ് വോളിയം സ്പൈക്ക് ONGC ആയിരുന്നു. അപ്പോൾ ONGC നമുക്ക് റേറ്റ് 9820, അതായത് നമുക്കിവിടെ വോളിയം സ്പൈക്ക് ചെയ്ത സ്റ്റോക്കുകളാണ് കിട്ടുക. അപ്പോൾ ഏത് പോയിൻറ്റിലാണ് വോളിയം സ്പൈക്ക് ചെയ്തത് അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 98.20. അപ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു ലെവൽ കൊണ്ടുള്ള യൂസ് എന്ന് നമുക്ക് നോക്കാം. ഇത് ONGCയുടെ ചാർട്ട് എടുക്കാം. ഇനി നമുക്ക് ആ ലെവലൊന്ന് മാർക്ക് ചെയ്യാം. 9820 ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വോളിയം സ്പൈക്ക് ചെയ്തത് ഇവിടെയാണ്. ഇനി നമുക്കത് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു പോയിന്റിലാണ് വോളിയം സ്പൈക്ക് ചെയ്തിരിക്കുന്നത്. ഓപ്പണിങ്ങിൽ ഈ ഒരു പോയിന്റിൽ വോളിയം സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, അത് ഇവിടെ ആയിരുന്നു സ്പൈക്ക് വന്നിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്നു. നമുക്ക് ഇവിടെ തന്നെ സ്പൈക്ക് കിട്ടിയത്, കാരണം 9:20 വരെ ഫസ്റ്റ് ഇത് 5 മിനിറ്റ് കഴിഞ്ഞാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്പൈക്ക് ഇവിടെയാണ് വന്നതെന്ന് അറിയാം. അപ്പോൾ ആ ഒരു ലെവൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതിനുശേഷം കണ്ടോ മാർക്കറ്റിൽ ഇറങ്ങി പിന്നെ ആ ലെവൽ ബ്രേക്ക് ചെയ്ത് വന്നപ്പോൾ കണ്ടോ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു 10 മിനിറ്റെങ്കിലും ട്രേഡ് ചെയ്യണമെന്ന് നോക്കണം സ്റ്റോക്ക്. ആ 10 മിനിറ്റ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈയിലേക്ക് പോകുന്നതാണ്. കാരണം അതൊരു സ്ട്രോങ് ആയ ഒരു സപ്പോർട്ടായിരിക്കും പിന്നെ അത്. ഓക്കെ, കണ്ടോ അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയി താഴേക്ക് വന്നു. വീണ്ടും ആ ലെവലിൽ കണ്ടോ നിങ്ങൾ നോക്കിയാൽ കാണാം, ആ ലെവലിൽ അത് സപ്പോർട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഫെയിൽഡാണ്. അത് കുറച്ചേ മുകളിലേക്ക് പോയുള്ളൂ. വീണ്ടും ഉണ്ട് ഒരുപാട് തവണ ആ പോയിൻ്റ് അവർ ബ്രേക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. പിന്നെ അത് ബ്രേക്ക് ചെയ്ത് ഇവിടെയാണ്. അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം കണ്ടോ ആ ലെവലിന് മുകളിൽ പോയിട്ടില്ല. ആ 9820 മുകളിൽ പോകാണ്ട് പിന്നെ താഴേക്കാണ് വരാൻ ചെയ്തത്. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ്, അതായത് നമുക്ക് ട്രേഡിങ്ങിൽ ചിലപ്പോൾ ഫേക്ക് ബ്രേക്ക് ഔട്ട് ഒരളവ് വരെ നമുക്ക് ഇങ്ങനെ ഹയർ ടൈം ഫ്രെയിമിൽ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇതേപോലെ ചെറിയ ക്യാൻഡിൽസൊക്കെ വന്നിട്ട് നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ സെല്ലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് സെല്ലിട്ട് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വിക്ക് അടിച്ച് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കാതെ ചെയ്യാറ്. നമുക്കൊന്ന് ജസ്റ്റ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഒന്ന് വാച്ച് ചെയ്യണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് കാണിച്ചെന്നുള്ളൂ. ആ ഒരു പോയിൻറ്റിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് കണ്ട് ഇവിടെ നോക്കിയാൽ കാണാം. ആ പോയിൻറ്റ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അതിനുശേഷം ഇവിടെയാണത് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ആ ബ്രേക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് പോയേ ചെയ്തിട്ടുള്ളത്, പിന്നെ അതിൻ്റെ മുകളിലേക്ക് പോയിട്ടില്ല. നമുക്കിവിടെ വോളിയം സ്പൈക്ക് നടന്ന് മനസ്സിലായി ഈ പോയിൻ്റ്. അതിനുശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് അവിടെ നടക്കുന്നത് നോക്കാം. ഒരു 10 മിനിറ്റെങ്കിലും മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ,
അപ്പോൾ നമുക്ക് ONGC അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏത് സ്റ്റോക്കുകളും നമുക്ക് ഈ ഞാൻ വരുന്ന പോയിന്റ് തരുന്നത് ലെവൽ വെച്ച് നോക്കാം. ഇനി നമുക്ക് LIC ഹൗസിംഗ് ഫിനാൻസും സ്പൈക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അത് 357 ആ സ്പൈക്കിംഗ് പോയിന്റ്. നമുക്ക് നോക്കാം. കേട്ടോ 357 സ്പൈക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ സ്പൈക്ക് ചെയ്തിരിക്കുന്നത് സെല്ലായിരിക്കും. കാരണം മാർക്കറ്റ് അവിടെ ശേഷം ഇറങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. നോക്കിയാൽ കാണാം. കണ്ടോ, ഇതാണ് സ്പൈക്ക് ചെയ്ത പോയിന്റ്. അവിടെ നിന്ന് മാർക്കറ്റ് താഴെ വരാൻ ചെയ്ത് അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. പക്ഷേ നമ്മൾ നോക്കി കാണാം ആ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്യുന്നില്ല. അത്രയും സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുകയാണ്. കണ്ടോ, അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, നമ്മൾ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്താലും ഇതിന് മുകളിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ് ആ ഒരു പോയിന്റിൽ വെച്ചിട്ട്. ഓക്കെ, കാരണം ആ ഒരു പോയിന്റ് സ്പൈക്ക് നടന്നാറുണ്ട്. അത് നല്ലൊരു എഫക്റ്റീവായിട്ടൊരു പോയിൻ്റാണ്. പിന്നെ അത് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഇപ്പോൾ ബ്രേക്ക് അത് മുകളിലേക്ക് പോകില്ല, അത് നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ റെസിസ്റ്റൻസ് ആണ്, നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് ആ ലെവലിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഉണ്ട്. മോർണിംഗ് തന്നെ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഫിനിഷ് ആയി തന്നെ പറയാം. കാരണം ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ലൊരു മൂവ്മെൻറ്റിൽ അത് കയറിപ്പോയി. അതിനുശേഷം അത് ആ ഒരു ലെവലിൽ ആണ് ട്രേഡ് നടന്നിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ നമ്മൾ ആ ലെവൽ ബ്രേക്ക് ചെയ്യുന്നില്ല. ഇനി അടുത്തൊരു സ്റ്റോക്ക് പറയുകയാണെങ്കിൽ നമുക്കൊന്നെങ്കിൽ HDFC ബാങ്ക് ആണ്. അത് 1389.45. ഓക്കെ, ഈ ഒരു പോയിൻ്റാണ് 1389.45. ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം നമുക്ക് വോളിയം സ്പൈക്ക് ഇവിടെയാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇവിടെ നമുക്ക് വോളിയം സ്പൈക്ക് നടന്നിട്ടുണ്ട്. അതിനുശേഷം ആ ലെവൽ എത്രയോ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കി. അതിന് ബ്രേക്ക് ചെയ്ത് കയറുന്നില്ല. കണ്ടോ, ജസ്റ്റ് വിക്ക് അടിച്ച് വരാനാണ്. നമുക്കൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ താഴെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ല് പോവാം. കണ്ടോ, അതിനുശേഷം മാർക്കറ്റ് ഇറങ്ങാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ തന്നെ നോക്കി മനസ്സിലാവും നിങ്ങൾക്ക് അത്രയും എഫക്റ്റീവാണ് ആ ലെവൽ, ആ ഒരു വോളിയം സ്പൈക്ക് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്. അതെപ്പോഴും ഒന്നുമില്ലെങ്കിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സ്ട്രോങ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് അതിനുശേഷം നമുക്കുണ്ടെങ്കിൽ ഏതെങ്കിലും ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം, ബ്രേക്കൗട്ട് യൂസ് ചെയ്യാം. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു പോയിൻറ്റ് വളരെ സ്ട്രോങ് ആണ്. അതിന് മുകളിൽ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ട്രേഡ് ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാത്തോടത്തോളം നമുക്കത് സെല്ലിംഗ് ആണെങ്കിലും അത് ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്താണ് ഈ ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ നമുക്കിങ്ങനെ സിഗ്നൽ വന്നതിന് ശേഷം ഞാനിങ്ങനെ ലെവൽസ് തരുന്നത് അത് വെച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ അതെന്താണ് ആ ഒരു ലെവൽസിൻ്റെ ഇമ്പോർട്ടൻസ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ 8848943849. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.